ഇതെൻ്റെ ഗ്രൂം ഷെറിൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ആണ്. ഷെറിൻ്റെ ഗ്രൂം മേക്കപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഷെറിൻ്റെ ഫാമിലി ഫുള്ളായി എടുത്ത ഒരു വീഡിയോ ആണ്. അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഷെറിൻ്റെ പപ്പയാണ്, പപ്പേൻ്റെ ബ്രദറും കൂടെയാണ്. ലൈറ്റ് മേക്കപ്പ് ഇട്ടു, ഫ്ലവർ സെറ്റ് ചെയ്തു, ഹെയർ സെറ്റ് ചെയ്തു, കൂടെ നിന്നൊരു ഫോട്ടോ എടുത്ത് ഒത്തിരി സന്തോഷമായി. പിന്നെ അടുത്തതായിട്ട് ഇത് ഷെറിൻ്റെ അനിയനാണ്. അനിയനും അതേപോലെ തന്നെ ഫ്ലവർ സെറ്റ് ചെയ്തു. അതിനുശേഷം ലൈറ്റൊരു മേക്കപ്പ് ഇട്ടു. പിന്നെ അതിനുശേഷം ഹെയർ സെറ്റ് ചെയ്തു, കൂടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. മോൻ നല്ല ഹാൻഡ്സമാണ് കാണാൻ, പിന്നെ ഒത്തിരി ഹാപ്പിയായി. അതിനുശേഷം ഇത് പപ്പയുടെ അനിയൻ്റെ മോനാണ്. അവനെ ഹെയറെല്ലാം സെറ്റ് ചെയ്ത് എല്ലാവരെയും നല്ല രീതിയിലുള്ള കല്യാണം ആകുമ്പോൾ നമ്മുടെ കുടുംബം ഒന്നാകെ ഒന്ന് ഒരുങ്ങുക എന്ന് പറഞ്ഞൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുതന്നെയും നമ്മുടെ റിലേറ്റീവ് കൂടെ ആകുമ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് പിന്നെ ഒരുങ്ങാൻ സമയം കിട്ടത്തില്ല, ഒന്നും സമയം കിട്ടത്തില്ല. നമുക്ക് വീട്ടിലുള്ള മൊത്തം പേരെ ഒരുക്കാനേ സമയം കാണത്തുള്ളൂ. ലാസ്റ്റ് പ്രാർത്ഥനാ സമയത്തായിരിക്കും നമുക്കൊന്ന് ഒരുങ്ങാൻ സമയം കിട്ടുന്നത്. അത് സ്വാഭാവികമാണ്. പിന്നെന്താ പറഞ്ഞാൽ നമ്മൾ ഇറങ്ങാൻ തുടങ്ങുമ്പോഴെങ്കിലും സാരി കുത്തി വെച്ചേക്കുന്നവരായാലും ഓടി വന്നിട്ട് പറയാം, അയ്യോ മോളെ എൻ്റെ ഈ സാരി ഒന്നും കൂടെ ഒന്ന് അഴിച്ചു കുത്തി തരുമോ എന്നും പറഞ്ഞാൽ അവർ സാരിയുടെ പിന്നെയും കഴിക്കും. പക്ഷേ നമുക്ക് ചെയ്ത് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല, നമ്മുടെ കടമയിൽ. അങ്ങനെ എല്ലാവരെയും ഒരുക്കി എല്ലാവരും നല്ല സുന്ദരന്മാരൊക്കെ ആയി. കാരണം അവർ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു മേക്കപ്പൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. അതും അവർ സ്വാതന്ത്ര്യം ഉണ്ടായതുകൊണ്ടാണ് എൻ്റെ അരിക്ക് വന്നിരുന്നത്. അല്ലാതെ ഒരു ബ്യൂട്ടി പാർലറിലൊന്നും അല്ല പോയത്. എൻ്റെ പെങ്ങളെ അങ്ങനെ ഉള്ളൊരു ചിന്ത കൊണ്ടായിരിക്കാം അവരെല്ലാവരും വന്നിരുന്നു. അവർ മേക്കപ്പൊക്കെ ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുമല്ലോ, കല്യാണം ആകുമ്പോഴത്തേക്ക് എല്ലാവരും സ്വാഭാവികമായിട്ടായാലും കല്യാണ റിലേറ്റീവിൻ്റെ ആയാലും കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ പാൻറ്റിടുന്നു, ഷർട്ടിടുന്നു, മുടിയൊന്ന് ചീപ്പി വെക്കുന്നു, ഇച്ചിരി പൗഡറിടുന്നു. അത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമുക്ക് നമ്മുടെ വീട്ടിലെ കല്യാണം ആകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഒരുക്കാനാണുള്ളപ്പം നമ്മളെല്ലാവരും ഒന്ന് ഒരുങ്ങുന്നു. നല്ല രീതിയിൽ എല്ലാവരുടെയും മുമ്പിൽ നിൽക്കണമെന്നുള്ളൊരാഗ്രഹം വരും. പിന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഇത് ജെൻസിൻ്റെ മാത്രമാണ്, ലേഡീസിൻ്റെ ആരുടെയും ഇട്ടിട്ടില്ല. കാരണം എല്ലാവരെയും ഒരുക്കിയിട്ടുണ്ട്, അമ്മയും ഒരുക്കിയിട്ടുണ്ട്, മറ്റുള്ള എല്ലാവരെയും ഒരുക്കി. പക്ഷേ ഇത് ജെൻസ് മാത്രം. എപ്പോഴും നമ്മൾ ലേഡീസിൻ്റെ മാത്രമല്ലേ ഇടുന്നത്. ഇപ്പോഴും വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്തത്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. എൻ്റെ ചാനലിൻ്റെ പേര് ജയ്സ ബ്യൂട്ടി വേൾഡ് എന്നാണ്. ഇത് കൊട്ടാരക്കരയാണ്. ബ്രൈഡ് ആൻഡ് ഗ്രൂം മേക്കപ്പ് ആൻഡ് ഫാമിലി മേക്കപ്പ് എല്ലാം ചെയ്തു കൊടുക്കുന്നതാണ്. ഓക്കെ.